എടാ കൊച്ചേ, ഇന്നത്തെ കാലത്ത് ചെറുപ്പക്കാരുടെ ഇടയിൽ കാണപ്പെടുന്ന ഒരു പ്രശ്നമാണ് നിലത്തിരുന്നിട്ട് എഴുന്നേക്കാൻ പറ്റുന്നില്ല. മുട്ട് മടക്കി നൂർക്കുമ്പോൾ അവർക്ക് കാലിന് സൗണ്ട് കേൾക്കുന്നു. അതുപോലെ ഒരു ചെയറിൽ ഇരുന്ന് കഴിഞ്ഞാൽ അവർക്ക് സപ്പോർട്ട് ഇല്ലാതെ എഴുന്നേക്കാൻ പറ്റുന്നില്ല. 20 വയസ്സ് തൊട്ട് 40 വയസ്സ് വരെ ഉള്ളവർക്ക് മുട്ടുവേദന എന്ന് പറയുന്ന പ്രശ്നം ഉണ്ടാക്കുന്നത് എൻറ്റയർലി വേറെ റീസൺസ് ആണ്. അവർക്ക് വേണ്ടിയുള്ള കുറച്ച് വ്യായാമങ്ങൾ നമുക്കൊന്ന് നോക്കാം. അതുപോലെ ചെയറിൽ ഇരുന്നതിന് ശേഷം നിങ്ങൾ സപ്പോർട്ട് കൂടാണ്ട് നിങ്ങളുടെ ഒരു കാല് പിന്നിലേക്കും ഒരു കാല് മുന്നിലേക്കും വെച്ചിട്ട് ഒരു സ്ട്രൈഡ് പോലെ നിങ്ങൾ നിൽക്കുക, എഴുന്നേക്കുക. 1 2 3. അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾ അടുത്ത കാല് ചേഞ്ച് ചെയ്യുക. ഇതാ ഇങ്ങനെ ഇതേപോലെ ഒരു ചെയർ എടുക്കുക. കാല് വെച്ചതിന് ശേഷം നിങ്ങളുടെ ഒരു കാല് പിന്നിലേക്ക് നല്ലതുപോലെ സ്ട്രെച്ച് കിട്ടുന്ന പോലെ വെച്ചിട്ട് പതുക്കെ മുന്നിലേക്ക് നിങ്ങൾ ഇങ്ങനെ സ്ട്രെച്ച് കൊടുക്കണം. ഇത് നിങ്ങളുടെ നീക്കും ഹാംസ്ട്രിങ്ങിനും നല്ല രീതിയിൽ സ്ട്രെങ്ത് ആകാനും നല്ല ബ്ലഡ് ഫ്ലോ കിട്ടാനും പറ്റിയ നല്ല കിടിലൻ എക്സസൈസ് ആണ് ഈ കാണിക്കുന്ന ഈ എക്സസൈസ്. ഈ കാണുന്ന ഈ എക്സസൈസ് ആണ് നിങ്ങൾ ഇങ്ങനെ മാർച്ച് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങളുടെ ഹീല് ഇതേപോലെ ലിഫ്റ്റ് ചെയ്യണം. എന്റെ ഹീല് ലിഫ്റ്റ് ചെയ്യുന്നുണ്ടോ? ഇതേപോലെ ഹീല് ലിഫ്റ്റ് ചെയ്യുന്ന എക്സസൈസ്. അതായത് നിങ്ങളുടെ കാഫ് മസിലും ഹാർട്ടും തമ്മിൽ റിലേറ്റഡ് ആണെന്ന് അറിയാമല്ലോ. നിങ്ങളുടെ കാഫ് മസില് നല്ല രീതിയിൽ സ്ട്രെങ്ത് ആണെങ്കിൽ നിങ്ങളുടെ സെക്കൻഡറി ഹാർട്ട് നല്ല സ്ട്രെങ്ത് ആണെന്നാണ് അതിന്റെ അർത്ഥം. കാല് നമ്മൾ നിലത്തുനിന്ന് പൊക്കുക, നീയുടെ അടുത്തേക്ക് നമ്മൾ ഫ്ലെക്സ് ചെയ്ത് പിടിക്കുക. ഒരു കാരണവശാലും നിങ്ങൾ ഇത് സപ്പോർട്ട് കൂടാതെ വേണം ചെയ്യാൻ. കാരണം 25 വയസ്സ് മുതൽ 40 വയസ്സിന്റെ അകത്ത് വരെ ഉള്ളവര് ഈ എക്സസൈസ് ഒരു കാരണവശാലും സപ്പോർട്ട് കൂടാതെ വേണം ചെയ്യാൻ. സപ്പോർട്ട് ചെയ്യാണ്ട് നമ്മൾ ചെയ്യുമ്പോൾ അറിയാം നമുക്ക് എത്രത്തോളം കോർ സ്റ്റെബിലിറ്റി ഉണ്ടെന്നും അതേപോലെ നിങ്ങളുടെ ഹാംസ്ട്രിങ് എത്രത്തോളം സ്ട്രെങ്ത് ആണെന്നും അറിയാം. 10 റൗണ്ട് നമ്മൾ ചെയ്യണം. 10ഓ 20ഓ 30ഓ റൗണ്ട് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. നിങ്ങൾ എപ്പോൾ ഫറ്റീഗ് ആകുന്നു അന്നേരം നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യണം. അതായത് കാല് നിലത്തുനിന്ന് ഇങ്ങനെ എടുക്കുന്നു, നമ്മൾ ഇതേപോലെ സപ്പോർട്ട് കൊടുക്കുന്നു, പതുക്കെ നിങ്ങളുടെ ബട്ടക്സിലേക്ക് ടച്ച് ചെയ്യുന്നു. വിത്തൗട്ട് സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ കോർ സ്റ്റെബിലിറ്റി അറിയാൻ പറ്റത്തുള്ളൂ. അതേപോലെ നിങ്ങളുടെ ഹാംസ്ട്രിങ്ങിന്റെ സ്ട്രെങ്ത് അറിയാൻ പറ്റത്തുള്ളൂ, ക്വാഡ്രൈസെപ്സിന്റെ സ്ട്രെങ്ത് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇതേപോലെ നിന്നിട്ട് നിങ്ങൾ നീ കിക്ക് ചെയ്യുന്ന ഇതേപോലെ നീ നിങ്ങൾ കിക്ക് ചെയ്യണം. അതായത് വിത്തൗട്ട് സപ്പോർട്ട് ആയിരിക്കണം ഇതേപോലെ നീ കിക്ക് ചെയ്യുന്നത്. അതായത് നിങ്ങൾ നീ കിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ഷിവറിങ്ങോ നിങ്ങളുടെ ബാലൻസോ ലോസ് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നീ സ്ട്രെങ്തൻ അല്ല എന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് ഇങ്ങനെ നിൽക്കുക, വിത്തൗട്ട് സപ്പോർട്ട് കിക്ക് കിക്ക് കിക്ക്. കാരണം 25 വയസ്സ് മുതൽ 40 വയസ്സ് വരെ ഉള്ളവർക്ക് നീ പെയിൻ ഉണ്ടാകുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ ഒരു ചെറിയ ഫോസ കണ്ടില്ലേ, ഒരു കുഴിവ്. ഈ കുഴിവിന്റെ അകത്തിരിക്കുന്ന മസിൽസ് ആണ് പൊപ്ലീറ്റൽ ഫോസ എന്ന് പറയുന്നത്. അവിടെ പൊപ്ലീറ്റൽ മസിൽസ് ഉണ്ട്, അതിന്റെ വീക്ക്നെസ് കാരണവും അതേപോലെ ഇവിടെ ഒരു ബാൻഡ് ഉണ്ട്, IT ബാൻഡ് എന്ന് പറയുന്നത്, IT ബാൻഡിന്റെ വീക്ക്നെസ് കാരണവും അതേപോലെ മുട്ടിന്റെ ചിരട്ടയായിട്ടുള്ള മെനിസ്കസിന്റെ ഇവിടെ ഉള്ള കുറച്ച് ടെൻഡൻസ് ഉണ്ട്, ആ ടെൻഡൻസും ലിഗമെന്റ്സിന്റെ വീക്ക്നെസ് കാരണവുമാണ് പകുതി മുക്കാല് നീ പെയിനും ചെറുപ്പക്കാരിലും അതായത് 40 വയസ്സിന് താഴെയുള്ളവർക്കും കാണപ്പെടുന്നത്.